ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് 20 മാർക്കിന്റെ ഒരു കറണ്ട് അഫയേഴ്സ് എക്സാം നടത്തുകയാണ്. എന്തായാലും യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് 20 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പൊ 20 മാർക്കിനുള്ള ഈ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടവർക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചവർക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് എക്സാം ആണ് ഇത്. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ എന്ത് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 15ാം കേരള നിയമസഭയിലെ വനിതാ സാമാജികരുടെ എണ്ണം എത്രയാണ്? നമുക്കറിയാം, ഇപ്പോ കേരള നിയമസഭ എത്രാം കേരള നിയമസഭയാണ്? 15ാം കേരള നിയമസഭയാണ്. ഇതിലെ വനിതാ സാമാജികരുടെ എണ്ണം എത്രയാണ്? 12 ആണ്. 12 മറക്കരുത്. ഓക്കെ ആണല്ലോ? എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം, സമൂഹത്തിൽ വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന വനിതകൾക്കായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി ഏതാണ്? സമൂഹത്തില് വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന വനിതകൾക്കായിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഏതാണ് ആ പദ്ധതി? ആൻസർ കാതോർത്ത് എന്നതാണ്. ഏതാണ്? കാതോർത്ത് എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാസ്കറ്റ് ബോളിൽ താല്പര്യമുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ കണ്ടെത്തി പരിശീലിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? ബാസ്കറ്റ് ബോളില് താല്പര്യമുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ കണ്ടെത്തി പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ഏത്? ഹൂപ്സ്. മറക്കരുത്, ഹൂപ്സ് എന്നാണ് പദ്ധതിയുടെ പേര്. മറക്കരുത്, ഹൂപ്സ്. ISROയുടെ എത്രാമത്തെ ചെയർമാനാണ് മലയാളിയായ ഡോക്ടർ S സോമനാഥൻ? ISROയുടെ എത്രാമത്തെ ചെയർമാനാണ് മലയാളിയായ ഡോക്ടർ S സോമനാഥൻ? എത്രാമത്തെ ചെയർമാനാണ്? 10ാമത്തെ ചെയർമാനാണ്. മറക്കരുത്, 10ാമത്തെ ചെയർമാനാണ്. സുപ്രീം കോടതി 2022 മരവിപ്പിച്ച രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സുപ്രീം കോടതി 2022 മരവിപ്പിച്ച രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പാണ് ഏത്? വകുപ്പ് 124A. മറക്കരുത്, വകുപ്പ് 124A എന്നത്. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരി അല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. രാഷ്ട്രപതിയാവുന്ന രണ്ടാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. ശരിയാണ്. പ്രതിഭ പാട്ടീലായിരുന്നു രാഷ്ട്രപതിയാവുന്ന ആദ്യ വനിത. അപ്പൊ രണ്ടാമത്തെ വനിത ആരാണ്? ദ്രൗപദി മുർമു ആണ്. അത് ശരിയാണ്. 1958 ജാർഖണ്ഡിലാണ് ദ്രൗപദി മുർമു ജനിച്ചത്. അപ്പൊ അതെന്താണ്? അത് തെറ്റായ പ്രസ്താവനയാണ്. കാരണം ദ്രൗപദി മുർമു ജനിച്ചത് എവിടെയല്ല? ജാർഖണ്ഡിലല്ല ജനിച്ചത്, ഒഡീഷയിലാണ്. അപ്പൊ അതാണ് തെറ്റായ പ്രസ്താവന. മറ്റ് പ്രസ്താവനകൾ കൂടി നോക്കാം. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അത് ശരിയാണ്. ഗോത്ര വിഭാഗത്തിലെ ആദ്യ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. അതും ശരിയാണ്. അടുത്തിടെ റിസർവ് ബാങ്ക് പിൻവലിച്ച 2000 രൂപയുടെ കറൻസി നോട്ടുകൾ രാജ്യത്ത് എന്നാണ് ആദ്യമായി അവതരിപ്പിച്ചത്? അടുത്തിടെ റിസർവ് ബാങ്ക് പിൻവലിച്ച 2000 രൂപയുടെ കറൻസി നോട്ടുകൾ രാജ്യത്ത് എന്നാണ് ആദ്യമായി അവതരിപ്പിച്ചത്? എന്നാണ്? 2016 നവംബറിലാണ്. 2016 നവംബറിലാണ്. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളിയാര്? കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി ആരാണ്? UT ഖാദർ ആണ്. ആരാണ്? UT ഖാദർ ആണ് കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി. ലോക 1ാം റാങ്കിലെത്തിയ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം ആരാണ്? ഞാനിത് മുന്നേ ക്ലാസ് എടുത്തപ്പം പറഞ്ഞതാണ്. ജാവലിൻ ത്രോ താരം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ആരാണ് നല്ല തിളങ്ങി നിൽക്കുന്നത്? നീരജ് ചോപ്രയാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലോക 1ാം റാങ്കിങ്ങിലൊക്കെ എത്തുന്നത് ആരാണ്? ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരമായ നീരജ് ചോപ്രയാണ്. അടുത്ത ചോദ്യം, ഗീർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40ഓളം സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്?
ഗീർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40ഓളം സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലാണ്. മറക്കരുത്, ഗുജറാത്തില്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് കുഞ്ഞിന് 2 വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം ധനസഹായം നൽകാനുള്ള പദ്ധതി ഏതാണ്? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് കുഞ്ഞിന് 2 വയസ്സ് തികയുന്നത് വരെ പ്രതിമാസം ധനസഹായം നൽകാനുള്ള പദ്ധതിയുടെ പേരാണ് മാതൃജ്യോതി. ഏതാണ്? മാതൃജ്യോതി. കേരള സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാടിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? കേരള സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാടിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യത്തെ ചലച്ചിത്രമാണ് ഏത്? നിഷിദ്ധോ എന്നത്. ഏതാണ്? നിഷിദ്ധോ. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സേന ഏത് രാജ്യത്തേതാണ്? 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സേന ഏത് രാജ്യത്തേതാണ്? ഈജിപ്തിലേതാണ്. ഏതിലാണ്? ഈജിപ്തിലെ. 95ാം ഓസ്കാർ പുരസ്കാര വേദിയിൽ അവതാരകയായി എത്തിയ ഇന്ത്യൻ നടി ആരാണ്? 95ാം ഓസ്കാർ പുരസ്കാര വേദിയിൽ അവതാരകയായി എത്തിയ ഇന്ത്യൻ നടിയാണ് ആര്? ദീപിക പദുക്കോൺ. മറക്കരുത്, ദീപിക പദുക്കോൺ. 2023 പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ ചെറുവയൽ രാമൻ ഏത് രംഗത്താണ് ശ്രദ്ധേയനായത്? ഏതാണ്? പരമ്പരാഗത നെൽവിത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചെറുവയൽ രാമന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയിലെ ഏത് അംഗം രചിച്ച കൃതിയാണ് ദ ഇന്ത്യ വേ? ദ ഇന്ത്യ വേ എന്നത് ഏത് അംഗമാണ് രചിച്ചത്? ആരാണ്? എസ് ജയശങ്കർ ആണ് രചിച്ചത്. ഏത്? ദ ഇന്ത്യ വേ എന്നത്. ദ ഇന്ത്യ വേ എന്ന കൃതി രചിച്ചത് ആരാണ്? എസ് ജയശങ്കർ ആണ്. അപ്പൊ ആരാണ് എസ് ജയശങ്കർ? ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് ആര്? എസ് ജയശങ്കർ. അടുത്ത ചോദ്യം, 2023 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? 2023 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. മറക്കരുത്, സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം 2023 ലഭിച്ചത്. 2023 പ്രഖ്യാപിച്ച 53ാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായികയായി തെരഞ്ഞെടുത്തത് ആരെയാണ്? 2023 പ്രഖ്യാപിച്ച 53ാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച ഗായികയായി തെരഞ്ഞെടുത്തത് ആരെയാണ്? മൃദുല വാര്യറെയാണ്. മൃദുല വാര്യർ. മികച്ച ഗായകനായിട്ട് തെരഞ്ഞെടുത്തത് കപിലനെയും മികച്ച ഗായികയായി തെരഞ്ഞെടുത്തത് മൃദുല വാര്യറെയുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും സമ്പന്നനാരാണ്? ഇന്ത്യയിലെ മൊത്തം 30 മുഖ്യമന്ത്രിമാരുണ്ട്. ഇതില് ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ജഗൻ മോഹൻ റെഡ്ഡിയാണ്. ആരാണ്? ജഗൻ മോഹൻ റെഡ്ഡിയാണ്. 2ാം സ്ഥാനം പേമ ഖണ്ഡുവിനാണ്. എന്നാൽ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പിന്നിലുള്ള സാമ്പത്തികാവസ്ഥയുള്ളത് മമതാ ബാനർജിക്കാണ്. പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്കാണ്. അപ്പൊ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും സമ്പന്നൻ ആരാണ്? ജഗൻ മോഹൻ റെഡ്ഡിയാണ്. ആരാണ്? ജഗൻ മോഹൻ റെഡ്ഡി. അടുത്ത ചോദ്യം, ഏഷ്യ കബഡി ചാമ്പ്യൻഷിപ്പില് പുരുഷ വിഭാഗം ജേതാക്കൾ ആര്? ഏഷ്യ കബഡി ചാമ്പ്യൻഷിപ്പില് പുരുഷ വിഭാഗം ജേതാക്കൾ ആരൊക്കെ, അല്ലെങ്കിൽ ആരാണ്? ഇന്ത്യയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ 20 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഇനിയും 20 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. പിന്നെ SCRT നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിലെ മോക്ക് ടെസ്റ്റുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്ന് അറിയത്തില്ല, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ LGS യൂണിവേഴ്സിറ്റി LGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും PSC ബേസിക്സിൽ ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, SCRT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എടുക്കുക. വീഡിയോ ക്ലാസ് അവൈലബിൾ ആണ്, PDF നോട്ട് അവൈലബിൾ ആണ്. അത് പോരാഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് മാത്സ്
നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.